നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിൽ വന്നൊരു ബോംബ് പൊട്ടിച്ചുപോയ രാഹുൽ ഗാന്ധി CPM-നെ വിറളി പിടിപ്പിക്കുന്നു. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്റെ സ്വപ്നമാണെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്ക് ഒരേപോലെ ഇടത് നേതാക്കൾക്കും UDF ക്യാമ്പിലെ മുഖ്യമന്ത്രി കസേര മോഹികൾക്കും വെള്ളടി. ഇവനിതെന്തിന്റെ കേടാണ്, കുറച്ച് സ്വൈര്യം തരുമോ എന്ന് CPM-കാർ. 5 വർഷം മുന്നേ ഒരു വനിതാ മുഖ്യമന്ത്രി തള്ളിയായിരുന്നല്ലോ CPM വീണ്ടും അധികാരത്തിൽ കയറിയത്. ഒടുക്കം ശൈലജ ടീച്ചറെ ഒതുക്കിയത് ചരിത്രത്തിലെ കറുത്തയേട്. രാഹുൽ വന്ന് വനിതാ മുഖ്യമന്ത്രി ഡയലോഗ് ഗീച്ചിയതും നെഞ്ചത്തടിച്ച് വീണിരിക്കുകയാണ് പിണറായി. രാഹുലിന്റെ വാക്ക് വലിയ ചർച്ചയാകുന്നു. അധികാരം കിട്ടിയാൽ UDF-ൽ നിന്ന് വനിതാ മുഖ്യമന്ത്രിയോ എന്ന ചർച്ചയും ഇപ്പോൾ കത്തിക്കയറുന്നു. വനിതാ മുഖ്യമന്ത്രി ഏറ്റുപിടിച്ച് കേരളം UDF-നെ വിജയിപ്പിക്കുമോ എന്ന് CPM കേന്ദ്രങ്ങൾക്ക് വലിയ ആശങ്ക. ഇത് അവസരമായി എടുത്ത് ഒരു കൂട്ടം CPM-കാർ ശൈലജ മുഖ്യമന്ത്രി എന്ന ആവശ്യം ഉയർത്തുന്നു. ഇടതുപക്ഷത്ത് നിന്ന് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. വലിയൊരു പൊളിച്ചെഴുത്ത് നടക്കും. മാറ്റം കൊണ്ടുവരുന്നത് ഞങ്ങളായിരിക്കുമെന്ന് കാലങ്ങളായി CPM തള്ളിമറിക്കുന്നുണ്ട്. KR ഗൗരിയമ്മയുടെ കാലം തൊട്ട് CPM ഈ തള്ളാണ്. ഇതിപ്പോൾ ഇടതിൽ നിന്ന് തള്ളു മാത്രമേ നടക്കുന്നുള്ളൂ. ഒടുക്കം UDF ആ ചരിത്രം എഴുതുമോ? അവർ വനിതാ മുഖ്യമന്ത്രി നടപ്പാക്കുമോ എന്ന ഭയം CPM-ലെ പലർക്കുമുണ്ട്. പിന്നെ കോൺഗ്രസിലെ അടി കാരണം ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആശ്വാസമാണ് CPM-നുള്ളത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നേതാക്കന്മാർ ഇരുന്നും കിടന്നും അടിയാണ് കോൺഗ്രസിൽ. അതിന്റെ കൂടെയാണ് ഇനി വനിതാ മുഖ്യമന്ത്രി. പക്ഷേ ഗതികെട്ട് നിൽക്കുകയാണല്ലോ UDF. എങ്ങനെയും അധികാരം പിടിക്കുക എന്ന ഒറ്റ തീരുമാനത്തിൽ നിൽക്കുന്നവർ 18ാമത്തെ അടവ് പയറ്റുമോ എന്ന് ഭയക്കുന്നവരും CPM-ലുണ്ട്. വന്ന് പിണറായിക്ക് രാഹുലന്മാർ അന്തകരായി മാറിയിരിക്കുകയാണ്. ഒരുത്തൻ എടോ വിജയ എന്നും വിളിച്ച് തുടരെ മുഖ്യനെ കയറി മേയുന്നു. വേറൊരുത്തൻ ഡൽഹിയിൽ നിന്ന് വന്ന് മുഖ്യനിട്ട് പണിഞ്ഞിട്ട് പോകുന്നു. മൊത്തത്തിൽ രാഹുലന്മാർ മുഖ്യന് കണ്ടകശനിയാണ്. വനിതാ മുഖ്യമന്ത്രി വേണം എന്നുള്ള രാഹുലിന്റെ പരാമർശം CPM പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന ഒരു വിഭാഗം CPM അനുകൂലികളുടെ വാദം ഓർമ്മിപ്പിക്കുകയായിരുന്നു രാഹുൽ എന്നാണ് ഇവർ വാദിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് സ്ത്രീ സുരക്ഷയെ ഓർമ്മിപ്പിച്ച് കോൺഗ്രസിനെ കുത്തിനോവിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള മറുപടിയാണ് ഇതെന്ന് കരുതുന്നവരുമുണ്ട്. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് രാഹുൽ പറയുമ്പോഴും ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 95 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഇത്തവണ 9 വനിതകൾക്ക് മാത്രമാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. ഇതിൽ 3 പേർ SC സംവരണത്തിലും ഒരാൾ ST സംവരണത്തിലുമാണ്. എന്നിട്ടാണ് വെറുതെ വന്നിരുന്ന് ഇമ്മാതിരി വർത്തമാനമൊക്കെ പറയുന്നത്. ചർച്ചകൾ പല വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അംഗങ്ങളായ പ്രിയങ്ക ഗാന്ധിയും ജെബി മേത്തറും മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള വനിതാ പാർലമെന്റ് അംഗങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച പ്രിയങ്ക ഗാന്ധിയും രാജ്യസഭ MP-യായ ജെബി മേത്തറും UDF ഭരണം പിടിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി വലിയൊരു പിടിവലി കോൺഗ്രസ് പ്രവർത്തകർ പോലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രിയങ്കയെ മുഖ്യമന്ത്രിയാക്കുമോ എന്ന ചോദ്യവും ഒരു കൂട്ടർ ഉയർത്തുന്നുണ്ട്. രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഇനി ഈ ലക്ഷ്യമാണോ എന്നാണ് ഈ കോൺഗ്രസിലെ ഒരു കൂട്ടർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ രാഹുലിന്റെ വനിതാ മുഖ്യമന്ത്രി പരാമർശം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുൽ വന്നു നിന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ, അത് തന്റെ സ്വപ്നമാണെന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് CPM-കാരുടെ നിലപാട് എന്താണ് എന്ന് മാധ്യമങ്ങൾ ചോദിക്കും. അപ്പോഴും വാ പൊളിച്ച് നിൽക്കാനല്ലാതെ മറ്റ് മാർഗമില്ല. കാരണം ഇവരാണല്ലോ സ്ത്രീപക്ഷ സർക്കാർ, സ്ത്രീപക്ഷ പാർട്ടി, സ്ത്രീകളുടെ ഉന്നമനം, നവോത്ഥാനം എന്നൊക്കെ തള്ളിമറിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ മാതൃക കാണിക്കേണ്ടത് നിങ്ങളല്ലേ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് വന്നാൽ കഴിഞ്ഞ ദിവസം അരിശപ്പെട്ട് ഇറങ്ങിപ്പോയ പിണറായി വീണ്ടും കലിതുള്ളി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. രാഹുലിന്റെ പ്രസ്താവന വന്നതും സൈബറിടത്തിൽ ഒരു വഴിക്കൂടെ ട്രോളോട് ട്രോളാണ്. VD സതീശനും ചെന്നിത്തലയും സാരി ഉടുത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന്. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രിയല്ലേ വേണ്ടത്, ഞങ്ങൾ റെഡിയാണെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും ഇരുവരെയും പൗഡറും കൺമഷിയും പൊട്ടുമൊക്കെ കുത്തിച്ച് സാരി ഉടുപ്പിച്ചാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് CPM-കാരുടെ പണിയാണ്. CPM സൈബർ ഗ്രൂപ്പുകളാണ് AI ചിത്രങ്ങൾ ഉൾപ്പെടെ വൈറലാക്കി കോൺഗ്രസിനെ പരിഹസിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തിന് നാന്ദി കുറിക്കുമോ രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകൾ? ഉമ്മൻചാണ്ടിയുടെ കർമ്മഭൂമിയായ പുതുപ്പള്ളിയുടെ മണ്ണിൽ നിന്ന് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വനിതാ മുഖ്യമന്ത്രി എന്ന ആശയം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പുതിയൊരു ചർച്ചാ വിഷയത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്.
കേരളത്തിന്റെ അടിത്തറ സ്ത്രീകളാണെന്നും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ അവർക്ക് കഴിയുമെന്നുമുള്ള രാഹുലിന്റെ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയ്ക്കപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ടാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. സ്ത്രീകളാണ് കേരളത്തിന്റെ ഭാവി എന്ന് രാഹുൽ അടിവരയിട്ട് പറയുമ്പോൾ അത് കേവലം വാഗ്ദാനമല്ല, മറിച്ചൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും അതിനെ ആ രീതിയിലാണ് കണക്കാക്കുന്നത്. രാഹുലിന്റെ ഈ സ്വപ്നത്തിന് പിന്നാലെ വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പിലെ വനിതാ നേതാക്കളൊക്കെ. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ ഉമാ തോമസും ഈ പ്രസ്താവനയെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ബിന്ദു കൃഷ്ണ ഉറപ്പിച്ചു പറയുന്നു. രാഷ്ട്രീയ രംഗത്തെ വനിതകൾക്ക് രാഹുൽ ഗാന്ധിയുടെ ചിന്തകൾ വലിയൊരു പ്രചോദനമാണെന്നാണ് ബിന്ദു കൃഷ്ണയുടെ പക്ഷം. കോൺഗ്രസ് എന്നും സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടെന്നും എന്നാൽ CPMൽ അത്തരമൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും അവർ തുറന്നടിച്ചു പറയുന്നു. ഒരു വനിതാ ജില്ലാ സെക്രട്ടറിയെ പോലും നിയമിക്കാൻ മടിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് ഇവർ പരിഹസിക്കുന്നു. തൃക്കാക്കരയിൽ ജനവിധി തേടുന്ന ഉമാ തോമസും ഇതേ ആവേശത്തിലാണ്. ഇന്ദിരാഗാന്ധിയെ മാതൃകയാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർമ്മിപ്പിച്ച അവർ അർഹതപ്പെട്ടവർക്ക് ലിംഗഭേദമില്ലാതെ സീറ്റ് നൽകുന്നതാണ് കോൺഗ്രസ് ശൈലിയെന്നും പ്രതികരിച്ചു. പ്രവർത്തിക്കാനുള്ള മനസ്സിനാണ് മുൻഗണനയെന്ന് അവർ കൂട്ടിച്ചേർത്തു. അതേസമയം രാഹുലിന്റെ വാക്കുകൾ ഇടതുപക്ഷ ക്യാമ്പുകളിൽ ചെറിയൊരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന ആഗ്രഹം വെച്ചുപുലർത്തുന്ന ഒരു വിഭാഗം ഇടതണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുതയുമുണ്ട്. CPMന് ഉയർത്തിക്കാട്ടാൻ ഒരു KK ശൈലജയെങ്കിലുമുണ്ട്. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അങ്ങനെ ശക്തമായ ഒരു വനിതാ നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ ആരാണുള്ളത്? അതൊരു ചോദ്യമല്ലേ? കോൺഗ്രസ് ഈ അധികാര വടംവലിക്ക് വേണ്ടി വനിതകളെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. പല നേതാക്കളും ഉമാ തോമസും ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാനും ഒക്കെയാണ് പിന്നെയും ഒന്ന് മുന്നിലേക്ക് നിൽക്കുന്നത്. അല്ലാതെ ആരുണ്ട് ഈ കോൺഗ്രസ് UDF ഉയർത്തി കാണിക്കുന്ന ഒരു നേതാവായിട്ട് പറയാൻ? കോൺഗ്രസിൽ UDFൽ ആരുണ്ട്? മറ്റൊരു കാര്യം, അധികാരം എങ്ങനെയും പിടിക്കുക എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ലീഗ് ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല ഒരു വനിതാ മുഖ്യമന്ത്രിയെ. അതുകൊണ്ട് CPM വിറളി പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടി കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ നേരമില്ലല്ലോ. ഇവിടെ MLA അതായത് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മുതൽ അടിയും ഇടിയും വെടിയും പുകയുമാണ് കോൺഗ്രസിൽ. അവരാണ് ഇനിയിപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നിർത്തുന്നത്. പക്ഷേ രാഹുലിന്റെ വാക്കുകൾ CPMനെ വല്ലാതെ കുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം തൊട്ടപ്പുറത്ത് അവർ കാലങ്ങളായി ഉയർത്തി കാണിക്കുന്ന ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ട്. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ടായിരുന്നല്ലോ KK ശൈലജ ടീച്ചറെ ഉയർത്തി കാണിച്ചത്. എന്നാൽ പിന്നീട് ശൈലജയുടെ മുഖം കാണിച്ച് പിണറായി അധികാരത്തിൽ കയറിയത് ആരും മറന്നിട്ടുമില്ല. എന്തായാലും ശൈലജ ടീച്ചർ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രിയാകുമോ? അധികാരം കിട്ടിയാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച ഒരു വഴിക്ക് നടക്കുന്നു. മറ്റൊരു വഴിക്ക് നടക്കുന്നത് കോൺഗ്രസ് അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ആരെ ഇവർ വനിതാ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കുമെന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണണം. CPMനെ പ്രതിരോധത്തിലാക്കാനുള്ള രാഹുലിന്റെ ഈ തന്ത്രം എത്രത്തോളം ഫലിക്കുമെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം. വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴും കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളികൾ അത്ര ചെറുതൊന്നുമല്ല. ഇത്തവണ മത്സര രംഗത്തുള്ള 95 സ്ഥാനാർത്ഥികളിൽ 9 പേർ മാത്രം വനിതകളാണ്. ആ ഒരു ചോദ്യത്തിന് ഇവർ മറുപടി പറയേണ്ടി വരും. ഇതിൽ ഭൂരിഭാഗവും സംവരണ സീറ്റുകളാണെന്നത് ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്. ഇതുമാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF അധികാരം പിടിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നുമുണ്ട് ഒരു കൂട്ടം കോൺഗ്രസിന്റെ അണികൾ. UDF എങ്ങാനും അധികാരം പിടിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വലിയ വടംവലി തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പെൺപുലികൾ കേരളത്തെ നയിക്കുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പിന്തുണ നേടിയെടുക്കാൻ ഈ നീക്കം കോൺഗ്രസിനെ സഹായിച്ചേക്കും എന്നുള്ള വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിലാണ് CPMന് പേടിയുള്ളത്. കോൺഗ്രസ് അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് അധികാരം പിടിക്കുമോ എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ ഗൗരവം നൽകുന്നുണ്ട്. പുരോഗമന കേരളം ഈ മാറ്റത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തെ നയിക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രിയെ മുന്നണികൾ രംഗത്തിറക്കുമോ എന്ന ചോദ്യം ഇതോടെ സജീവ ചർച്ചയായി മാറുന്നു. പ്രത്യേകിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുള്ള ഇടതുപക്ഷത്തിന് ഒരു വനിതയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം രാഹുൽ പരോക്ഷമായി
പറഞ്ഞു വെക്കുകയായിരുന്നു. അതായത് ഒരു കുത്തിനോവിക്കലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള കോൺഗ്രസിന്റെ ഈ നീക്കം ഇടത് കോട്ടകളിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ഭയമാണ് CPM നേതൃത്വത്തിനുള്ളത്. രാഹുലിന്റെ പ്രസ്താവന വന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ നേരിട്ട ചരിത്രപരമായ അവഗണനകളും വീണ്ടും ചർച്ചയായി മാറുന്നുണ്ട്. കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം ഉയർത്തി വോട്ട് പിടിച്ച ശേഷം KR ഗൗരി അമ്മയെ തഴഞ്ഞതും കോവിഡ് കാലത്ത് ലോക ശ്രദ്ധ നേടിയ KK ശൈലജയെ രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് മാറ്റി നിർത്തിയതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വീണ്ടും സജീവ ചർച്ചയായും മാറുന്നു. ഈ അവഗണനകൾക്ക് മറുപടിയായി കോൺഗ്രസ് ഒരു വനിതാ നേതൃത്വത്തെ മുന്നോട്ട് വെച്ചാൽ അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ വഴിവെക്കും. മുന്നോട്ട് വെച്ചാലത്തെ കാര്യമാണ് പറയുന്നത്. വനിതകൾക്ക് ഭരണതലത്തിൽ അർഹമായ പ്രാധാന്യം നൽകുമെന്ന സൂചന നൽകുന്നതിലൂടെ കേരളത്തിലെ നിർണായകമായ സ്ത്രീ വോട്ടുകൾ സമാഹരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. കുടുംബശ്രീയും മറ്റ് വനിതാ കൂട്ടായ്മകളും സജീവമായ കേരളത്തിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുമെന്ന പരാമർശം UDFന് ഗുണം ചെയ്യുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. മത്സര രംഗത്തുള്ള കോൺഗ്രസിന്റെ 9 വനിതാ സ്ഥാനാർത്ഥികളെ കൂടി നമുക്കൊന്ന് നോക്കാം. മാനന്തവാടിയിൽ ഉഷാ വിജയനാണ്, ഏലത്തൂർ വിദ്യ ബാലകൃഷ്ണൻ, കോങ്ങാട് KA തുളസി, തൃക്കാക്കരയിൽ ഉമാ തോമസ്, അരൂർ ഷാനിമോൾ ഉസ്മാൻ, മാവേലിക്കരയിൽ മുത്തര രാജ്, കൊട്ടാരക്കരയിൽ P ആയിഷ പൂറ്റി, കൊല്ലത്ത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ്, ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് എന്നിങ്ങനെയാണ് ഈ കണക്ക്. അതുതന്നെ ഇത്രയും 9 വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത്. എന്നിട്ട് രാഹുൽ ഗാന്ധി വന്ന് നിന്ന് ഈ വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അതിലെ ഒരു ഔചിത്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത്തവണയും കേരളം പിടിക്കുന്നതിന് വേണ്ടി വനിതാ മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിക്കുന്നുണ്ട് കോൺഗ്രസ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി CPMന്റെ നിലപാട് എന്താണെന്ന് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.